ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുളക് ബജിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ടിപ്സും ട്രിക്സുമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണണേ. പിന്നെ കൃപാസ് ഹോം ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? വളരെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ വളർത്തിയ മുളകിൽ നിന്ന് പറിച്ചെടുത്ത മുളകാണ്. അപ്പോൾ ഈ മുളക് ഉപയോഗിച്ച് ഒരു ബജി ഉണ്ടാക്കുന്നത് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് ഈ മുളക് വിട്ടുപോകാതെ പതുക്കെ ഒന്ന് പൊളന്ന് എടുക്കണം. വിട്ടുപോകരുത്. അങ്ങനെ പൊളർന്നെടുത്ത മുളക് നമുക്ക് വീണ്ടും ഒരു ട്രിക്ക് ചെയ്യാം. കാരണം ചിലപ്പോൾ ഇതിൽ എരിവ് കൂടുതൽ കാണും, ചിലപ്പോൾ ചില മുളകിന് മക്ക് കാണും. ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരു ട്രിക്ക് ചെയ്യാം. ഈ മുളകിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചതിനു ശേഷം ആവശ്യമായ ഉപ്പിടുക. 2 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുത്ത മുളക് ഓരോന്നും എടുത്ത് അതിലെ വെള്ളം കുടഞ്ഞു കളഞ്ഞതിനു ശേഷം വേണം നമുക്ക് ബാറ്ററിൽ മുക്കാൻ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ കൂടുതൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ ശരിയാക്കാം. അതായത് കടലമാവ് 1.5 കപ്പ്, 1/2 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനാവശ്യമായ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് പതിയെ മിക്സ് ചെയ്യണം. ഇത് ലൂസ് കുറയാനും പാടില്ല, ലൂസ് കൂടാനും മേല. കറക്റ്റായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് ശരിയാക്കണം. അതുകൊണ്ട് പതിയെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പരുവത്തിൽ ആക്കി മിക്സ് ചെയ്തെടുക്കണം. പാൻ അടുപ്പിൽ വെച്ചു. ഈ എണ്ണ തിളച്ചു. അപ്പോൾ ആദ്യം നമ്മളൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ബാറ്ററിലേക്ക് തിളച്ച 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബജിയിൽ എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ബജി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടുകൊണ്ട് വരാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചട്നിയും കൂടെ ആയാലോ? അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് 1 സബോള ചെറുതായി നുറുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ പഞ്ചസാര എല്ലാം കൂടി വെണ്ണ പരുവത്തിന് അരച്ചുകൊണ്ട് വരാം. ബജിയും ചട്നിയും റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ രുചികരമായ ബജി നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നുപോകരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുന്നു പ്രതീക്ഷ.